ഡാമിലത്തെ വെള്ളമാണെന്ന് അറിയില്ല കേട്ടോ. വീഡിയോ ഓണാക്കണെന്ന് വെച്ചാലേ ഇവിടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ചെറിയൊരു പേടി, അതാണ്. ഒരു മാനിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്ക്, പേടിയാവും ശരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേട്ടോ. പോലെ പുല്ലെങ്ങാനും വരുമെന്ന് എൻ്റെ പേടി. ചീവീടിൻ്റെ ശബ്ദം മാത്രമേ ഇവിടെ കേൾക്കാറുള്ളൂ. നിയന്ത്രണ മേഖല. ഈ കാട്ടിൻ്റെ നടുവിൽ എന്തിനാ ഈ ഹമ്പ് വെച്ചിട്ടില്ല എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. വലിയൊരു മരം ഒടിഞ്ഞ് വീണെടുക്കണം. അതിൻ്റെ ഭാഗങ്ങൾ. ബസ്സിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഇനിയില്ല. ലാസ്റ്റ് ബസ് 3:30 ഇതിലിരുന്നിട്ട് നമുക്ക് അടിപൊളി കേട്ടോ. നല്ല വ്യൂ. ഇവിടുന്ന് ഈ റബ്ബർ തോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ മലനിരകളാട്ടോ ഫുള്ള്. ഉണ്ടല്ലേ, അത് ക്യാമറ കൂടെ അത്രയ്ക്ക്. ചപ്പൻ സ്റ്റാൻഡിൽ നിന്ന് എപ്പോഴും ബസ്സില്ല കേട്ടോ ചിമ്മിനി ഡാമിലേക്ക്. ചപ്പൻ സ്റ്റാൻഡിൽ നിന്ന് രാവിലെ 8 മണിക്കുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്കുണ്ട്. ഞാൻ ചപ്പൻ സ്റ്റാൻഡിൽ എത്തുമ്പോൾ 11:30 സമയം. അപ്പം ഞാൻ ആമ്പല്ലൂർ ബസ്സിൽ കയറിയിട്ട് ഒരു സ്ഥലത്ത് വന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 2 മണിക്കാണ് ചിമ്മിനി ഡാമിലേക്ക് ബസ്സുള്ളൂ. അപ്പോൾ 2 മണി വരെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പം ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് ഏതായാലും ഇവിടുന്ന് കഴിക്കാൻ വെച്ചു. വഴിയടുത്തുള്ളൊരു കടയാണ്, കട തുറന്നിട്ടില്ല. അപ്പം ഇനി ഈ വഴി കൂടെയാണ് നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് നേരെ പോകേണ്ടത്. നല്ല മഴ. ഞാനത് അവിടുന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഫുള്ള് നനഞ്ഞു. നല്ല മഴയായിരുന്നു. ഇപ്പൊ അവിടുന്ന് നനഞ്ഞ് നമുക്ക് ഇതിന്റെ മേലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാട്ടെ. നല്ല മഴ കേട്ടോ. അതാ ഫുഡ് ചൂടിയിട്ടാണ് എടുക്കുന്നത്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത സീനറി കേട്ടോ. അയ്യോ, അതൊക്കെ കിട്ടില്ലൻ. വെള്ളമൊക്കെ നല്ല നിറഞ്ഞ് കിടക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഡാമിന്റെ മേലേക്ക് പ്രവേശനം ഇല്ല, ഇതുവരെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കിഡിലനായിട്ട് വ്യൂ കിട്ടും. മഞ്ഞ് മൂടി കിടക്കുന്നു കേട്ടോ. ആ ഭാഗത്തൊക്കെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്ന കാരണം അധികം ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ അത് അവിടെ സൂം ചെയ്തോട്ടെ, അവിടെ കൊട്ടവഞ്ചി പോകണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്തായിട്ട് ഉണ്ടോ, കൊട്ടവഞ്ചി സവാരി എന്നാണ് തോന്നുന്നത്. ചിമ്മിനി ഡാമില് കൊട്ടവഞ്ചി സവാരി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഇത് ഏത് ഭാഗത്തുനിന്നാ തുടങ്ങണേന്നൊന്നും അറിയില്ല. ഇപ്പോൾ അതാ ഡാമിന്റെ മേലെ കൂടെയുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുക കേട്ടോ അവിടെ. അതായത് നല്ല കിടിലൻ സ്പോട്ട് തന്നെയാ കേട്ടോ. ഈ മഴയും അതുപോലെ ഈ ഒരു ക്ലൈമറ്റും ഉണ്ടല്ലേ. ഇത് കൂടെ അങ്ങനെ നമുക്ക് നടക്കാട്ടോ ഡാമിന്റെ ചുറ്റും. ഇവിടെ നല്ലൊരു വ്യൂ, ഒരു രക്ഷയില്ല കേട്ടോ. ആ മലകൾക്കിടയിലൂടെ പുക പോകുന്നുണ്ട്. കിട്ടില്ല വ്യൂ തന്നെ. പിന്നെ നടക്കണ വഴി ഫുള്ള് ചെളിയുണ്ട്. അപ്പൊ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാലുമേലൊക്കെ ചെളിയാവും. സൂക്ഷിച്ച സൈഡിൽ കൂടെ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിമ്മിനി ഡാം അവിടെ കൂടി കാണിച്ചു തരാം. ഉണ്ടല്ലേ, അവിടെയാണ് ഷട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. മലനിരകളാണ് ഫുള്ള്. അപ്പൊ അവിടെയാണ് കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ വരുന്നത്, കണ്ടില്ലേ. അപ്പൊ ഞാൻ തിരിച്ചു പോവാണ് കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം, പിന്നെ കുറച്ചും കൂടി കാണണം. അപ്പൊ ഇന്നത്തെ ചിമ്മിനി ഡാമിന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ.
ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ചിമ്മണി ഡാമിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതിൻ്റെ അളവാണ് കാണിക്കുന്നത്. വെള്ളത്തിൻ്റെ ഇതുവരെ വെള്ളമൊക്കെ വരും ഏകദേശം. വെള്ളം കുറവാണ്, എന്നാലും ഇവിടെ നിന്നൊരു വ്യൂ അടിപൊളിയായിട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകണ്ട. തിരിച്ചു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഇനിയില്ല. ലാസ്റ്റ് ബസ് 3:30 അപ്പോൾ ആ ബസ് ഇപ്പോൾ സമയം 4 മണിയായി. അപ്പോൾ ഇനി ഇവിടെ എച്ചിക്കാനെന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, എച്ചിക്കാനം തന്നെ ഞാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അതുവരെ നടക്കണം, 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ വണ്ടികൾ ഞായറാഴ്ച കാരണം ടൂറിസ്റ്റുകളുള്ള കാരണം കുഴപ്പമില്ല. അപ്പോൾ അതുവരെ നമുക്ക് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാം. എന്നിട്ട് എച്ചിക്കാനത്തുനിന്ന് 2-3 ബസ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് തൃശ്ശൂർക്ക് നേരെ കിട്ടും. നമ്മൾ വരുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, എച്ചിക്കാനം വരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ വേറെ ബസ് ഇങ്ങോട്ട് ഡാമിലേക്ക് കിട്ടിയത്. നല്ല വലിയ വലിയ മരങ്ങളും ഒരു സൈഡ് ഫുള്ള്, ഈ സൈഡ് ഫുള്ള് ഫോറസ്റ്റ്, ഈ സൈഡ് ഫുള്ള് റബ്ബറും തോട്ടങ്ങളാണ് കേട്ടോ. ഇവിടെ നമുക്ക് വലിയൊരു മരം ഒടിഞ്ഞ് വീണെടുക്കണം. അതിൻ്റെ ഭാഗങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നാ കുറച്ച് ഭാഗം റോഡിൻ്റെ അപ്പുറ സൈഡിലുണ്ട്. അപ്പോൾ വല്ല കാറ്റത്തോ അങ്ങനെ വീണതാവും. എന്തായാലും നല്ല അടിപൊളി ഒരു ഏരിയ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഈ ചിമ്മണി ഡാമിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ കാട്ടിൻ്റെ നടുവിൽ എന്തിനാ ഈ ഹമ്പ് വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. വണ്ടികളും ഇല്ല, കാടും. ഇനി വല്ല മൃഗങ്ങളെങ്ങാനും ക്രോസ് ചെയ്യണ ഏരിയ ആകുമോ എന്താണെന്നറിയില്ല. ഹമ്പ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചിമ്മിണി ഡാമിൻ്റെ നിയന്ത്രണ മേഖല, ഇക്കോ ടൂറിസം ചിമ്മിണി ഡാം. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ അവിടെ വനവിഭവ മൂല്യവർദ്ധിത വസ്തുക്കളൊക്കെ ഉണ്ടാക്കണ ഒരു വീട് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലേക്ക് പോകുന്തോറും ചെറിയൊരു പേടിയുണ്ട്, കാരണം വണ്ടികളൊന്നും ഇല്ല അധികം. 2 സൈഡും കഠിനമായ കാടാട്ടോ. ചീവീടിൻ്റെ ശബ്ദം മാത്രമേ ഇവിടെ കേൾക്കാറുള്ളൂ. അപ്പോൾ കാട്ടിൻ്റെ നടുക്കൂടെ ഒഴുകണ ഒരു ചോലയാണ് കേട്ടത്. ആനയൊക്കെ തിന്നാൻ വെള്ളം കുടിക്കണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരിക കേട്ടത്. അതിൻ്റെ ശബ്ദം, കാടിൻ്റെ നടുക്കിൽ ഒരു അരുവിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ കേട്ടോ. അപ്പോൾ അതവിടെ അപൂർവ സസ്യ ഒരു മാൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്ക്, പേടിയാവും ശരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേട്ടോ. അതുപോലെ പുല്ലെങ്ങാനും വരുമെന്ന് എൻ്റെ പേടി. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ വാഹനങ്ങൾ പോകണ കാരണം കുഴപ്പമില്ല. ശരിക്കും ഇത് നേച്ചർ, അതുപോലെ പ്രകൃതിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അടിപൊളി സ്പോട്ടാട്ടോ അത്. ചിമ്മിണി ഡാം ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റ് വിസിറ്റാണ്.
ബസ്സിന് വരാം, അല്ലെങ്കിൽ വണ്ടിയായിട്ട് വരാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. കാറിൽ വരാം, ബൈക്കിൽ വരാം. ഞാൻ ബസ്സിനാണ് വന്നത്. ബസ്സിന് എനിക്ക് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് 40 രൂപയാണ് ചാർജ് വന്നത്. തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് രാവിലെ 8 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ബസ്സുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഓണാക്കണമെന്ന് വെച്ചാലേ ഇവിടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ചെറിയൊരു പേടി. അതാണ് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ ചെറിയൊരു ധൈര്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ല, ഈ പുല്ലിയൊക്കെ വന്നിട്ട് സൈഡിൽ നിന്ന് വന്ന് പിടിച്ചുകൊണ്ട് പോകണത്. അതൊരു പേടി ഒറ്റയ്ക്ക് പോകാൻ. അത് കാരണം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോണത്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലും വരുമോയെന്ന് ജസ്റ്റ് ഒരു പേടി. നമ്മൾ കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കവാടത്തിൻ്റെ അവിടേക്ക് എത്തും, ചിമ്മിനി ഡാമിൻ്റെ. അവിടെയാണ് ചിമ്മിനി ഡാമിൻ്റെ എൻട്രൻസ്. ഇവിടെ ജൂഡ് ചർച്ച്, എച്ചിപ്പാറ ഉണ്ട് കേട്ടോ. അവിടെ ചർച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ പള്ളി. ഇവിടെ ചെറിയൊരു പള്ളി കേട്ടോ. ഫുള്ള് റബ്ബറും തോട്ടാണ് ഇതിൻ്റെ 2 സൈഡിലും. കാടിൻ്റെ നടുക്കൊരു പള്ളി. അവിടെ വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുള്ള് റബ്ബറും തോട്ടം കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ 5:30 ബസ്സുള്ളൂ. 5:30 വരെ ഞാൻ കാണുന്നതാ അവിടെ അല്ലേ, അവിടെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് നടന്നു വന്നത്. ഇപ്പോൾ അതാണ് ചിമ്മിനി ഡാമിൻ്റെ എൻട്രൻസും കാര്യങ്ങളും കേട്ടോ. അതാണ് ചിമ്മിനി ഡാം എൻട്രൻസ്. 2 ബസ്സൊക്കെ അതിനുള്ളിലേക്ക് പോകുള്ളൂ. ഇപ്പോൾ വരുമ്പോൾ ഞാൻ അതിനുള്ളിലേക്ക് പോയി. ഇനി തിരിച്ച് വരുമ്പോൾ ബസ് അതിനുള്ളിലേക്കില്ല, ഇവിടെ വരെ ഉള്ളു ബസ്. അപ്പോൾ എച്ചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ബസ് കയറാം. അവിടെ ഒരു അമ്പലത്തിൻ്റെ ഇതുണ്ട് കേട്ടോ. എച്ചിപ്പാറ ശ്രീ ചിമ്മിണി മുക്തി ഭഗവതി ക്ഷേത്രം. ഇതാ വഴിക്കാണ് കാണിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ. ഈ റബ്ബർ മരങ്ങൾ എങ്ങനെ ചെരിഞ്ഞിട്ടാട്ടോ നിൽക്കണത്. എല്ലാതും കണ്ടില്ലേ, എല്ലാത്തിനും ഒരു ചെരിവുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവില്ല. ആ ഭാഗത്തേക്കാണ് ചെരിയണത് എല്ലാതും. ഈ റബ്ബർ തോട്ടത്തിൽ കുറേ പശുക്കളൊക്കെ മെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ പുലി ഇറങ്ങാനുള്ള സാധ്യത കുറവാകും. കാരണം പശുക്കളും ആടുകളൊക്കെ മെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാരണം പുലിയും കാര്യങ്ങളൊക്കെ കുറവാകും. അപ്പോൾ എന്തായാലും നമുക്ക് ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് പോയിട്ട്, അവിടെയാണ് ഇപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എന്തായാലും ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാം. 5:30ക്കാണ് ബസ് എന്ന് പറഞ്ഞത് കേട്ടോ. നോക്കട്ടെ. ഇവിടെ ചെറിയൊരു അരുവിയല്ല, ചെറിയൊരു പുഴയാണ്, തോടെന്തോ ഒഴുകി പോകുന്നുണ്ട്. അത് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അരുവി. ഈ റബ്ബറും തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോവാം. അധികം ആഴൊന്നുമില്ല. ഡാമിലത്തെ വെള്ളമാണെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഇനി എനിക്ക് ബസ് വരാൻ കുറച്ചുകൂടി ടൈമുണ്ട്. അപ്പം ഞാൻ ഇവിടെ ചേട്ടനെ പരിചയപ്പെട്ടു. അപ്പോൾ അരവിന്ദ് ചേട്ടൻ എന്നാട്ടാളുടെ പേര്. അപ്പോൾ ആൾക്കൂട്ട് ഹോം സ്റ്റേ ഉണ്ട്. അതായത് ഇതിപ്പോൾ എച്ചിപ്പാറ നമ്മുടെ സെൻറ്ററാണ്. എച്ചിപ്പാറ സെൻറ്ററിൽ നിന്ന് ഈ വഴിക്കാണെങ്കിൽ ചിമ്മിണി ഡാമിലേക്ക് പോവാം. ആ ചിമ്മിണി ഡാമിലേക്ക് പോകുമ്പോൾ ലാസ്റ്റ് വീടാണ് കേട്ടത്. അരവിന്ദ് ചേട്ടൻ്റെ ലാസ്റ്റ് വീടാണ്. അപ്പോൾ ഈ വീട് ഇപ്പോൾ ഹോം സ്റ്റേ ആയിട്ട് ആൾ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്യാം ഈ വീട്ടിൽ. അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അരവിന്ദ് ചേട്ടനോട് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇത് എത്ര കാലമായി നമ്മൾ തുടങ്ങിയിട്ട്? ഒരു മാസമാണല്ലോ. പുതിയ വീടാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു സിറ്റ് ഔട്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ തിണ്ണാമ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കുള്ള വ്യൂ കണ്ടില്ലേ, നല്ല അടിപൊളി വ്യൂ ആട്ടോ. റബ്ബറും തോട്ടങ്ങളും അതിൻ്റെ അപ്പുറത്തിൽ അരുവി ഒഴുകുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല ഒരു അരുവി. ആ അരുവി അതുകൂടെ ഒഴുകുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഫുള്ള് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. നൈറ്റൊക്കെ നല്ല വൈബാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അങ്ങനെ കയറി വരുമ്പോൾ ഒരു ഇത് എന്താ ഞാൻ പറയാ, ഒരു ഹാള്, ഇരിക്കാനുള്ള ഒരു ഹാളും കാര്യങ്ങളും. ഇവിടെ ഒരു TV ഉണ്ട്, LED TV ഉണ്ട് 32 ഇഞ്ച്. പിന്നെ ഇവിടെ ഒരു സോഫയുണ്ട്, നമുക്ക് കിടന്ന TV വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അവിടെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഡൈനിങ്, ഒരു 6 ആൾക്ക് ഇരിക്കാനുള്ള ഡൈനിങ്, കുറച്ച് ഡിസൈനും കാര്യങ്ങളും. അവിടെ ഒരു ജനല. പിന്നെ ഇവിടെ വാഷ് ബേസ് ഉണ്ട്, നല്ല അടിപൊളി വാഷ് ബേസ്. ഇതാണ് റൂം വരുന്നത് അല്ലേ? ഫസ്റ്റ് റൂമാണിത്. നല്ല ഡബിൾ കോട്ട്, അത്യാവശ്യം വലിയൊരു ബെഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഫുള്ള് അൽമാരും കാര്യങ്ങളും നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയത്. പിന്നെ ബാത്റൂം വരുന്നുണ്ട് ഇതിൽ തന്നെ. ബാത്റൂം യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ് വരുന്നത്. ഒരു വാഷ് ബേസ്, അതുപോലെ ഇവിടെ ഒരു മിറർ,
പിന്നെ ഇതാണ് താഴത്തെ ഒരു റൂം വരുന്നത്. ഇനി നമുക്ക് താഴത്തെ 2 റൂം ഒരു റൂം ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് 2ാമത്തെ റൂം. സെയിം തന്നെ. ഇവിടെ ഒരു ജനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതിലും അതുപോലെ തന്നെ ഒരു ബാത്റൂം തന്നെയാണ് വരുന്നത്. അതിലും യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ താഴെ 2 റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റപ്പാണ്. ഇവിടെ ഇൻവെർട്ടർ ഉണ്ട് കേട്ടോ, ഇൻവെർട്ടർ സിസ്റ്റം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം, ഇത് പബ്ലിക് ബാത്റൂം പറഞ്ഞാൽ കേട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആപ്പിളിന്റെ ആകൃതിയിലുള്ള മിററും കാര്യങ്ങളൊക്കെ. ഇനി മേലേക്ക് അവിടെ കിച്ചൺ ആവില്ലേ? കിച്ചൺ ഉണ്ട്. എന്തെങ്കിലും പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഗ്യാസ് ഉണ്ടോ? ഗ്യാസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യാം. പിന്നെ അതവിടെ ഒരു അവിടെ നമുക്ക് അടുപ്പുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ചിക്കൻ ചൂടേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം കാര്യങ്ങൾ. പിന്നെ ഇതൊരു വർക്ക് ഏരിയ പോലെ അല്ലേ, ഒരു പാത്രം കഴുകണ ഒരു വർക്ക് ഏരിയയും കാര്യങ്ങളും ബാക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇനി മേലേക്ക് പോവാം. മേലെ റൂമുണ്ട്. അത്യാവശ്യം നമുക്ക് ഒരു ഇവിടെ വലിയ വലിയ മറ്റേ ടൂറിസ്റ്റ് ഒക്കെ വരുന്നതാണല്ലേ? ടൂറിസ്റ്റ് പറവരത്തെ അവരൊക്കെ ഇവിടെയാണ് സ്റ്റേ ചെയ്യാറ്. അവരൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലമുണ്ട്. നേരെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഡോറും കാര്യങ്ങളും ഉണ്ട്. നേരെ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ കുറച്ച് സ്പേസ്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ബെഡ് ഉണ്ട്. ഇവിടെ സിംഗിൾ ബെഡ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം കിടക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ മേലെയും അതുപോലെ ഒരു ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് റൗണ്ട് ടേബിൾ ഉണ്ട്. അതുപോലെ ഒരു ഷോക്കേസ്, ലൈറ്റ്. പിന്നെ ഇതിന്റെ ഇവിടെ ഇവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഒരു റൂമുണ്ട്. ഇതാണ് മെയിൻ റൂം. മേലത്തെ ഡബിൾ കോട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. അതിലും താഴത്തെ പോലെ തന്നെ അൾമാരികളും കാര്യങ്ങളും. ഇതാ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ജനലെ കൂടെ തുറന്നു കഴിഞ്ഞാൽ നേരെയുള്ള വ്യൂ കണ്ടില്ലേ? റബ്ബറും തോട്ടങ്ങളും ചിമ്മിണി ഡാമിലേക്ക് പോണ വഴിയാണ് കാണുന്നത്. ഇത് ചിമ്മിണി ഡാമിലേക്ക് പോകുമ്പോൾ ലാസ്റ്റ് വിടാണ്ടത്. ഇത് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് വീടുകളില്ല. ഒരു ടൂറിസ്റ്റ് ബസ് പോകുന്നുണ്ട് ചിമ്മിണി ഡാമിൽ. അപ്പോ ഇതിലൊരു ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ താഴത്തെ പോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റ് തന്നെ കാര്യങ്ങൾ വരുന്നത്. ഒരു മിററും കാര്യങ്ങളും ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇതിന്റെ ഷവർ ഉണ്ട്. അങ്ങനെ നേരത്തെ റൂം ഇത്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങള്. കറക്റ്റ് സ്പോട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തു. ഏത് ഭാഗത്ത ഞാൻ പറഞ്ഞു? എൻട്രൻസിന്റെ ഒരു 50 മീറ്റർ ചിമ്മിനി വല്ല സാങ്ച്വറിയുടെ എൻട്രൻസിന് 50 മീറ്റർ എടുത്തായിരുന്നു. ഞാന് ചേട്ടന്റെ നമ്പർ ഇവിടെ മേലെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ വിളിച്ചു ചോദിക്കണല്ലേ വേറെ ബുക്കിംഗ് ഉണ്ടോന്ന്? ഇടയ്ക്ക് ബുക്കിംഗ് വരുന്നുണ്ട്. അപ്പൊ വിളിച്ചു ചോദിക്കണം. വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരാം. പിന്നെ ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ പറഞ്ഞു. അതായത് ഈ സിംഗിൾ റൂമിന്റെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. ഇവിടെ നല്ല അടിപൊളി വ്യൂ കേട്ടോ. അതായത് ഇവിടെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏതാ? ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് കാണാട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ നീർച്ചാല് കാണാട്ടോ. നല്ല അടിപൊളിയാട്ടോ അത്. അതിൽ കുളിക്കണൊക്കെ ഉണ്ട് ആൾക്കാര്. പിന്നെ ഇവിടെ ഒരു നമ്മൾ ഇരുന്നിട്ട് ആടാനുള്ള ഒരു ചെയറും കാര്യങ്ങളും ഉണ്ട്. അതായത് ഇതിൽ ഇരുന്നിട്ട് നമുക്ക് അടിപൊളിയാട്ടോ. നല്ല വ്യൂ. ഇവിടുന്ന് ഈ റബ്ബർ തോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ മലനിരകളാട്ടോ ഫുള്ള്. ഉണ്ടല്ലേ? അത് ക്യാമറ കൂടെ അത്ര ക്ലിയർ അല്ല. നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ് ഇവിടുന്ന്. അപ്പൊ നമുക്ക് ഇതിൽ ഇരുന്നിട്ട് ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ. നൈറ്റൊക്കെ നല്ല അടിപൊളിയാവും ഇവിടെ. അപ്പൊ അത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള്. ഉണ്ടല്ലേ? ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്. നൈറ്റ് ഒന്നും ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ. ആ അരുവി പോണില്ലേ? ആ അരുവിയുടെ അപ്പുറത്ത് വരെ ആന വരുന്നാട്ടോ പറഞ്ഞത്. ആനപ്പിണ്ടൊക്കെ അവിടെ എടുക്കണ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങള്. ഇതിന് പേരെന്തെങ്കിലും ഉണ്ടോ? പേരിട്ടിട്ടില്ല. ചേട്ടന്റെ പേര് ഞാൻ മറന്നു. അരവിന്ദ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്നപ്പോ. അപ്പൊ അരവിന്ദേട്ടന്റെ ഹോം സ്റ്റേ ആണത്. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചിമ്മിനി ഡാമൊക്കെ അടിപൊളി കേട്ടോ. ഇവിടുന്ന് അടുത്താണ്, തൊട്ടടുത്ത്. എത്ര മീറ്റർ ഉണ്ടോ? ഇവിടുന്ന് എൻട്രൻസിന് 50 മീറ്റർ, 1 കിലോമീറ്റർ. എൻട്രൻസിന് 50 മീറ്റർ ഉള്ളൂ. പിന്നെ അവിടുന്ന് 1 കിലോമീറ്റർ കഴിഞ്ഞാണ് ഡാം വരുന്നത്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അരവിന്ദേട്ടന്റെ ഹോം സ്റ്റേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ടിൽ ദെൻ ബൈ. അപ്പോൾ ഇതിന്റെ മേലേക്കും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന്റെ മേലെയാണ്, ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ടോപ്പ് എന്നുള്ള വ്യൂ ഉണ്ടല്ലേ? അവിടെ ഫുൾ മലനിരകൾ.
അവിടെ കോട പോകുന്നുണ്ട് കേട്ടോ, ഉണ്ടല്ലേ കോട അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഈ രാത്രി ആകുമ്പോൾ ഫുള്ള് കോടയാവൂലേ, നല്ല തണുപ്പാണ് കേട്ടോ അവിടെ. ഫ്രണ്ടിലത്തെ വ്യൂ അതുപോലെ ഉണ്ടല്ലേ. ഇവിടെ ഒരു പള്ളിയുണ്ട്, ചെറിയൊരു പള്ളിയുണ്ട്, ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ എൻട്രൻസ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനും ഇതൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ നൈറ്റൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. ഇനി ഇവിടെ ചെറിയൊരു ഫയറിങ്ങിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെറിയൊരു കിച്ചൺ പോലെയൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. അതിന് കുറച്ച് കഴിയുമ്പോൾ അല്ലേ, അത് കുറച്ച് കഴിയുമ്പോൾ അത് സെറ്റ് ചെയ്യും. അപ്പോൾ നാളെ ഇതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ